ബി.ജെ.പി. നേതാവ് രൺജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ ശിക്ഷാവിധി എന്നെന്ന് അല്പസമയത്തിനകം അറിയാം. പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേട്ട ശേഷം തീയതി പ്രഖ്യാപിക്കും. പ്രതികളെ കോടതിയിലെത്തിച്ചു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് കേസ് പരിഗണിക്കുക. കേസിലെ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഈ ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് മുൻപുള്ള എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനിയുള്ളത്? വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷം പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഈ വാദങ്ങളിൽ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഡിഫൻസ് ലോയറും കൃത്യമായ വാദങ്ങൾ അവർ ഉന്നയിച്ചു. അതിന്മേൽ ശിക്ഷയിന്മേൽ എന്തൊക്കെ ശിക്ഷ വേണം, ശിക്ഷാവിധിയിന്മേലാണ് നിലവിൽ ഈ 15 പേരോടും കോടതി എന്തൊക്കെ പറയാനുണ്ട് എന്ന കാര്യം ചോദിക്കുക. അതിൽ 10-ാം പ്രതി നിലവിൽ കോടതിയിൽ ഹാജരായിട്ടില്ല. 14 പ്രതികളാണ് ഹാജരായിട്ടുള്ളത്. 10-ാം പ്രതിക്ക് നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നെഞ്ചുവേദനയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 14 പ്രതികളും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. 14 പ്രതികളെയും ഓരോരുത്തർക്കും എന്തൊക്കെ പറയാനുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റബോധമുണ്ടോ, അത്തരത്തിൽ പശ്ചാത്താപമുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. കുടുംബം അത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി പ്രതികൾ സംസാരിച്ചേക്കാം. താൻ നിരപരാധിയാണെന്ന് പ്രതികൾ പറയുന്നതിന് പ്രസക്തിയില്ല. കാരണം ഇവർ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയിന്മേൽ ശിക്ഷ എത്രത്തോളം കടുപ്പിക്കണം, ഒപ്പം തന്നെ ഈ പ്രതികളുടെ നിലപാട്, ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ ശേഷം ഇവർക്ക് എന്ത് പറയാനുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്ത കൃത്യമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്ത് ആണ് പറയാനുള്ളത്, അത് കേട്ട ശേഷമായിരിക്കും കോടതി ഏത് പരിധി വരെ എത്രത്തോളം ശിക്ഷ കടുപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പക്ഷേ ഈ കേസ് സാധാരണമായ, അതായത് ഇത് റെയർ കേസല്ല എന്നുള്ളൊരു വാദമായിരുന്നു ഡിഫൻസ് ലോയർ വെച്ചിട്ട്. കേരളത്തിൽ പല തവണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. TP വധക്കേസ്, ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നിരത്തിയിരുന്നു. അത്തരത്തിൽ റെയറസ്റ്റ് ആയിട്ടൊരു കേസല്ല. ഒപ്പം തന്നെ ഇവർ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല കൊലപാതകം നടത്തിയത്, സംഘടനാ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഡിഫൻസ് ലോയർ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ PP ഹാരിസ് നിരത്തിയിരുന്നു. പക്ഷേ കോടതി അതിന്മേൽ ശിക്ഷാവിധിയിന്മേൽ എന്തൊക്കെ പറയും, എന്തൊക്കെ പ്രതികളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് 14 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ രൺജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യയും അമ്മയും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ആശുപത്രിയിലിരിക്കുന്ന പ്രതിയെ സൂം വഴിയായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. 15 പ്രതികളെയും കേട്ട ശേഷമായിരിക്കും വിധി എപ്പോഴുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾ എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചാണ്. അതേസമയം 2021 ഡിസംബർ മാസം 18-ാം തീയതി ആദ്യം നടന്ന കൊലപാതകം SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാൻ്റെ കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ ഇതുവരെയും വിചാരണ ആരംഭിച്ചിട്ടില്ല. രണ്ടാമത് നടന്ന രൺജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ നിലവിൽ വിചാരണയെല്ലാം പൂർത്തിയായി, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്ന തരത്തിലേക്ക് എത്തിയപ്പോഴും ഷാൻ്റെ വധക്കേസിൽ വിചാരണ ആരംഭിച്ചിട്ടില്ല. പ്രോസിക്യൂട്ടറെ പോലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നിശ്ചയിച്ചതടക്കമുള്ള വലിയ വിമർശനം ഷാൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിൽ അല്പനിമിഷത്തിനകം തന്നെ നമുക്ക് ശിക്ഷാവിധി എന്നുണ്ടാകും. ഒപ്പം തന്നെ പ്രതികൾ എന്ത് നിലപാടാണ് കോടതിയിൽ കൈക്കൊണ്ടതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വേണുഗോപാലൻ, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.